ഇനി ഞാൻ കുറച്ച് വ്യത്യസ്തമായ ഒരു ബയോഗ്രഫിയാണ്. ഒത്തിരി പേര് എന്നോട് റെക്കമെൻഡ് ചെയ്ത് ഞാൻ വായിച്ച ഭാരതീയ വിശ്വാസങ്ങളും യോഗിവര്യന്മാരുടെയും ഒരു ടച്ച് സ്റ്റോൺ എന്ന് പറയാവുന്ന ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി. നമ്മുടെ ഭാരത വിശ്വാസങ്ങളിൽ പരമഹംസ യോഗാനന്ദയുടെ സ്ഥാനം ഇന്ന് അല്പം മറന്നുപോയിട്ടുണ്ടോ എന്ന് വരെ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതാണ്. ഈ പുസ്തകം ഒരു ബയോഗ്രഫി എന്ന രീതിയിൽ ധാരാളം പേര് വായിക്കുന്നുണ്ട്. പക്ഷേ ഇത് നിങ്ങൾക്ക് മറച്ചു പോകാൻ പറ്റുന്ന ഒരു പുസ്തകമല്ല. ഇതിനകത്ത് നിങ്ങൾ ഏത് വിശ്വാസത്തിന്റെ കണ്ണുകളിൽ കൂടി നോക്കിയാലും ദൈവം അല്ലെങ്കിൽ ഒരു സൂപ്പർ പവർ എന്ന് നമുക്ക് പല പേരുകളിൽ വിളിക്കാവുന്ന ഒരു എക്സിസ്റ്റൻസിന്റെ മാർക്കിംഗ് എല്ലാ പേജിലുണ്ട്. നിങ്ങൾ എന്ത് വിശ്വാസത്തിൽ ഫോളോ ചെയ്യുന്ന ആളായാലും നിങ്ങൾ വായിച്ചിരിക്കേണ്ട ഒരു സൂപ്പർ നാച്ചുറൽ പവറിന്റെ ഫീലിംഗ് ഈ പുസ്തകങ്ങളുടെ ഏടുകളിലുണ്ട്. അത് ഞാൻ പറയില്ല, നമ്മൾ ഒരിക്കലും ഒരു പർട്ടിക്കുലർ ബിലീഫ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ റിലീജിയൻ, ഒരു പർട്ടിക്കുലർ ഫെയ്ത്ത്, പർട്ടിക്കുലർ പൊളിറ്റിക്സ്, പർട്ടിക്കുലർ റീജിയനിൽ ലിമിറ്റ് ചെയ്യരുത് എന്നുള്ളതിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നവർക്ക് ആർക്കും 100% ഉറപ്പായിട്ടും വായിക്കാവുന്ന ഇതാണ്. പല പരിഭാഷകളുണ്ട്. ഞാൻ പേഴ്സണലി പറയാറ് ഈ ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി പരമഹംസ യോഗാനന്ദയുടെ ഈ ബുക്ക് വായിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട മുകുന്ദേട്ടൻ്റെ ഒരു കംപ്ലീറ്റ് ബയോഗ്രഫി അല്ല, പക്ഷേ ഇവിടെ ഞാനത് ഉൾപ്പെടുത്താൻ കഴിയും. അദ്ദേഹത്തിൻ്റെ എഴുത്ത് തുടങ്ങിയ പണിശാല, എംബസിക്കാലം, ഇപ്പോൾ ഫ്രഞ്ച് എംബസിയിൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലം മനോഹരമായി ഏർപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം. ഞാൻ ഈ അടുത്ത് ഹോർത്തൂസ് കഴിഞ്ഞ് ട്രെയിനിൽ വെച്ച് വായിച്ച പുസ്തകമാണ്. ആസ് എ ഡോക്ടർ എനിക്കറിയാം ഇതിലെവിടെയൊക്കെയോ ഒരു ഓർമ്മപ്പെശകളും ഒരു ഏജിങ് ബ്രെയിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് കാണാം. പക്ഷേ ഇതിൽ വരച്ചു കൂട്ടിയിരിക്കുന്ന കാലഘട്ടം അല്ലെങ്കിൽ മൂന്നേട്ടൻ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാലം എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ സാഹിത്യത്തിൻ്റെ സുവർണ നാടാണ്. കാക്കനാടൻ വരുന്നു, മൂന്നേട്ടൻ്റെ കൂടെ എംബസിയിൽ ചെലവഴിക്കുന്ന കാലം, വീക്കെൻഡും ഒപ്പം ഉള്ള കാലം, ഇതൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ഇവരൊക്കെ ഡെയിലി ലൈഫിൽ ജീവിച്ചിരുന്നതെന്നുള്ളത് കണ്ടറിയാനും തൊട്ടറിയാനും പോലും മനോഹരമായ കാർട്ടൂൺ കാരിക്കേച്ചേഴ്സ് ഉണ്ട്. ഒരു എൻവിയബിൾ കളക്ഷൻ ഓഫ് പഴയ ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതമുണ്ട്, കല്യാണം കഴിക്കുന്നതും കുട്ടികളുടെ കാലവും, അദ്ദേഹത്തിൻ്റെ യാത്രകൾ, അദ്ദേഹത്തിൻ്റെ ഫ്രഞ്ച് ടൈപ്പ് റൈറ്റർ എസേർട്ടി എന്ന് പറയുന്നത് ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഫ്രഞ്ച് ടൈപ്പ് റൈറ്ററാണ്. അത് അൺയൂഷ്വലി വൈഡർ ആയിട്ടുള്ള ഒരു ടൈപ്പ് റൈറ്ററാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ മനോഹരമായൊരു കാലം. മൂന്നേട്ടൻ ഞാൻ ഈ അടുത്ത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ് എന്തെങ്കിലും മയ്യഴിയിൽ കൊണ്ടുപോയി നമ്മുടെ ബാലൻ്റെയും ചന്ദ്രികയുടെയും വെള്ളാരം ഒന്ന് കാണിച്ചു തരാമെന്ന് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പം വലിയൊരു സ്വപ്നം പോലെ കരുതുന്നതാണ്. അതുകൊണ്ട് തന്നെ മൂന്നേട്ടനെ ഇഷ്ടപ്പെടുന്ന ആരും ഒന്ന് വായിച്ചിരിക്കേണ്ടതാണ്. പഴയകാല മൂന്നേട്ടൻ സാഹിത്യങ്ങൾ ഇപ്പോൾ ഇവിടെ എൻ്റെ ലൈബ്രറിയിൽ തന്നെ മയ്യഴി ആണ് ഡിസ്പ്ലേയിലുള്ള പ്രധാനപ്പെട്ട എൻ്റെ ഫേവറേറ്റ്സിലുള്ള ബുക്ക്. ആ കാലഘട്ടം മാർക്ക് ചെയ്ത വായിച്ച മനസ്സിൽ ഇന്നും വെള്ളാരംകുന്നും ചന്ദ്രികയും ബാലനും നമ്മുടെ തുമ്പികൾ വരുന്നതൊക്കെ സ്വപ്നം കാണുന്ന ആർക്കും ഇതൊരു നിധിയാണ്. ഇത് കൊടുത്ത ആരും സ്വന്തമായി വാങ്ങിക്കാതിരുന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും മാതൃഭൂമി ബുക്സിൽ ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന ഈ പുസ്തകം വായിക്കേണ്ടതാണ്. ധാരാളം പട്ടാളം ആത്മകഥകൾ അരങ്ങുവാഴുന്ന കാലമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ലഫ്റ്റനന്റ് കേണൽ സുരേന്ദ്രൻ MKയുടെ ആത്മകഥ ജീവിതം എന്ന തീക്കടൽ ഈ വർഷം വായിച്ച ബുക്കാണ്. ഫേസ്ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും നമ്മൾ മലയാള സിനിമയിൽ പുരുഷനെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കുന്ന, സാധാരണ അതിർത്തിയാക്കുന്ന നമ്മുടെ മലപ്പുറം ഹാജി, മഹാനായ ജോജിയിലെ കഥാപാത്രം പോലെയൊന്നുമില്ല. ഇവരുടെ ഒരു ലൈഫ് സ്റ്റോറി എന്ന് പറയുന്നത് ഇതിനകത്തൊരു ഗ്ലോറിഫിക്കേഷൻ ഒന്നുമില്ല. കാരണം അദ്ദേഹം വളരെ സാധാരണയായിട്ടുള്ള ഒരു മിലിറ്ററി മാസ് റിക്രൂട്ട്മെന്റിൽ കൂടി കയറി വന്ന് സ്വന്തം അധ്വാനം കൊണ്ട് എഴുതിയെടുത്ത് എക്സാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതി ലഫ്റ്റനന്റ് കേണലായിട്ട് റിട്ടയർ ചെയ്യുന്നത്. അതുതന്നെ നല്ലൊരു ശതമാനം അദ്ദേഹത്തിന് വെടിയുണ്ടയേറ്റ് വലത്തെ കൈ തളർന്നുപോയ മനുഷ്യൻ. അത് കഴിഞ്ഞാണ് അദ്ദേഹം ഇത് എഴുതിയിരിക്കുന്നത്. അപ്പം ഞാൻ ഈ അടുത്ത് സോണിയ ചെറിയാൻ ആയിട്ട് സംസാരിച്ചത് സോണിയ പറയായിരുന്നു അവരുടെയൊക്കെ ഒരു റോൾ മോഡലാണ് സുരേന്ദ്ര സാർ. അദ്ദേഹം ഇന്നില്ല, ക്യാൻസറിനോടുകൂടി യുദ്ധം ചെയ്തിട്ടാണ് അദ്ദേഹം പോയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഞാൻ പറയുകയാണെങ്കിൽ മച്ച് മോർ സെലിബ്രേറ്റഡ്. ഇപ്പം യുദ്ധം വന്ന സമയത്ത് ആർമി മാൻസ് വൈഫ് എന്ന് പറയുന്ന ബുക്ക് എൻ്റെ ഉണ്ട്, ഞാനത് വായിച്ചിട്ടില്ല, വാങ്ങി വെച്ചിട്ടുണ്ട്. അതിനൊക്കെ മാർക്കറ്റ് കൂടി. കാരണം പട്ടാളക്കാരോട് നമുക്കൊരു
വെരി വെൽ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു ബഹുമാനം തോന്നിയ സമയത്ത് ഞാൻ പറയുകയാണെങ്കിൽ വായിച്ചിരിക്കേണ്ട മലയാളത്തിലെ മനോഹരമായ പുസ്തകം. വളരെ ആത്മാർത്ഥമായിട്ട് സ്വന്തം കുറവുകളും കുറ്റങ്ങളും വന്നുപോയ തെറ്റുകളും എല്ലാം മാർക്ക് ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ്. ആവർത്തന വിരസതയില്ല. അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ പ്രകൃതിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, പ്ലാസ്റ്റിക് മാറ്റാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്ന കാര്യങ്ങൾ, സെൽഫ് റിലയൻസ് ഓഫ് ഓൾ ദീസ് പട്ടാള ക്യാമ്പുകളിലൊക്കെയുള്ള കുറവുകൾ, ഭക്ഷണം ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ, കൊച്ചു കൊച്ചു കാര്യങ്ങൾ. പക്ഷേ ഹീസ് ടച്ച്ഡ് എ ലോട്ട് ഓഫ് ലൈഫ്സ്. അപ്പം ഇതും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ്. ഇത് അവസാനം വായിച്ച ബയോഗ്രഫിയാണ് എൻ്റെ പുത്രൻ ജോൺ വായിക്കുന്ന പുസ്തകം, ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ജോൺ വായിക്കുന്ന പുസ്തകം ഞാൻ പിടിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഈ കഥ ഇപ്പം ജോൺ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റൊണാൾഡോയുടെ ഇതാണ്. ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയും, കുട്ടികളെ നമ്മൾ കൈപിടിച്ച് വായനയിലേക്ക് കൊണ്ടുവരുന്നത്, അവർക്ക് ഇഷ്ടമുള്ളിടത്തോട്ട് കൊണ്ട് പുസ്തകം മേടിച്ചു കൊടുക്കാൻ പറയുന്നതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഗുലം വെലാഗ്യു എന്ന് പറയുന്നത്. ഇവിടെ ഒരാഴ്ച വൈഫൈ ഇല്ലായിരുന്നു, കേടായി. അപ്പോൾ ജോണിന് വായിച്ചേ പറ്റുള്ളായിരുന്നു. അപ്പോൾ ജോണിനോട് ഞാൻ ചോദിച്ചു, വിൽ യു റീഡ് ഇറ്റ് ഇഫ് ഐ ബൈ യു ദിസ് ബുക്ക്? ഇറ്റ്സ് വോളുമിനസ്, ഒരു 500 പേജോളം ഉണ്ട്. പക്ഷെ ജോൺ ഇതെന്നും വായിക്കും. വായിച്ച് സന്തോഷത്തോടു കൂടി സ്പോർട്ടിംഗ് ലിസ്ബണിലെ കഥ വരെ എത്തി. മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ സർ ഫെർഗ്യൂസൺ ക്യാമ്പ് നടത്തുന്നതും ഒരു എക്സിബിഷൻ മാച്ചിന് വരുമ്പോൾ ജെറ്റ് ലാഗ് ചെയ്ത മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിക്കാരെ മാറ്റി എടുക്കുന്നു. റൊണാൾഡോ മാത്രം മാറാതെ വെടിയുണ്ടകൾ പോലത്തെ ഷോട്ടുകളിൽ കൂടി സർ ഫെർഗ്യൂസനെ ഇംപ്രസ് ചെയ്യുന്നതുവരെ ഞങ്ങളുടെ കഥയെത്തി. പറയാനുള്ള മറ്റൊരു കാര്യം, ഗിലം വെലാഗ്യു തന്നെയാണ് മെസ്സിയുടെ ബയോഗ്രഫി എഴുതിയിരിക്കുന്നത്. അത് നമ്മളെ ഞെട്ടിക്കില്ലേ? ഇവർ രണ്ടുപേരുമാണ് ദ ഗ്രേറ്റസ്റ്റ് ഫുട്ബോൾ ഐക്കോൺസ് ഓഫ് മോഡേൺ ഫുട്ബോൾ അല്ലേ? അവർ രണ്ടുപേരുടെയും ഒരാളാണ് ബയോഗ്രഫി എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടും ഇതൊരു സ്പെഷ്യൽ ബുക്കാണ്. ഇൻ എ വേ ഞാൻ പറയാം, ഐവറി ത്രോൺ, മനു എസ് പിള്ളയുടെ ഏറ്റവും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ബുക്കും റാണി അമ്മയുടെ, ചെറിയ റാണിയുടെ ആത്മകഥയോ ബയോഗ്രഫിയോ ആയിട്ട് പറയാം. ഒരു കണക്കിന് തിരുവിതാംകൂറിൻ്റെ രാജകുടുംബത്തിൻ്റെ കഥ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കൊച്ചി തിരുവിതാംകൂർ എന്നൊക്കെ പറയുമ്പോൾ തിരുവിതാംകൂറിൻ്റെ ഒരു കഥയായിട്ടും കൂടി മാർക്ക് ചെയ്യാവുന്ന ഒരു കഥയാണ്. ഞാൻ പറയുക, കേരളത്തിലുള്ള ഒരാളും വിട്ടുപോകരുതാത്തൊരു കഥയാണ്. ഇപ്പം നമുക്ക് പലപ്പോഴും മനുവിൻ്റെ ബുക്കുകൾ ഞാൻ ധാരാളം വായിക്കും. മനുവിൻ്റെ ബുക്കുകൾ എന്തുമാത്രം എഫേർട്ട് ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഈ പുസ്തകത്തിൻ്റെ പുറകിലുള്ള നോട്ട്സ് മാത്രം വായിച്ചാണ്. 530 പേജ് അദ്ദേഹത്തിൻ്റെ, ഞാൻ പറയാം കഥയല്ല, അദ്ദേഹത്തിൻ്റെ ചരിത്രവും ഏകദേശം 150 പേജ് ബിബ്ലിയോഗ്രഫിയാണ്. അപ്പോൾ അതിൻ്റെ എഫേർട്ടിന് തന്നെ നമ്മൾ നമിക്കണം. വളരെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ബുക്കാണ്. ഇതിൻ്റെ മലയാള പരിഭാഷയും നന്നായി വന്നിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ ഇംഗ്ലീഷിലാണ് വായിച്ചിരിക്കുന്നത്. റാണിയുടെ, ഇളയ റാണിയുടെ അവസാന കാലം ബാംഗ്ലൂരിലുള്ളത്, പല ഭാഗങ്ങളും റിച്ച്മണ്ടൊക്കെ ഞാൻ കണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്കത് പേഴ്സണലി വളരെ ടച്ച് ചെയ്ത സ്ഥലങ്ങളാണ്. അങ്ങനെ ആ സ്ഥലങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഇന്ന ആളാണ് അവിടെ താമസിച്ചിരുന്നത് നമുക്കറിയില്ല. അപ്പം അതൊരു പേഴ്സണലായിട്ട് ഒത്തിരി കണക്ട് ചെയ്ത ഒരു ഇതായിരുന്നു. അപ്പം അങ്ങനെ മനോഹരമായ പുസ്തകങ്ങൾ. അപ്പം ഇത് മനുവിന്റെ ഫോൾസലൈസ് ഉണ്ട്, മനുവിന്റെ എല്ലാ ബുക്കും ഉണ്ട്, ഇൻക്ലൂഡിങ് മഹാത്മാ കോർട്ടിസൻസ്, എല്ലാ ബുക്കും ഞാൻ മനുവിന്റെ വായിച്ചിട്ടുണ്ട്. പി കെ കൃഷ്ണമേനോൻ ഞാൻ പറയുകയാണെങ്കിൽ ഇതിലെ ഏറ്റവും തിരസ്കരിക്കപ്പെട്ട, മലയാളി മറക്കാൻ ആഗ്രഹിക്കുന്നതാണോ, മറന്ന് കളയുന്നതാണോ, മായ്ച്ച് കളയുന്നതാണോ എനിക്കറിയില്ല. ഇതിൻ്റെ ഇൻട്രോ മാത്രം വായിച്ചാൽ മതി. ദ മെനി ലൈഫ്സ് ഓഫ് വി കെ കൃഷ്ണമേനോൻ. എന്താണ് വാട്ട് ഈസ് മെനി ലൈഫ്സ്? ചെക്കേർഡ് ബ്രില്യൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പലയിടത്തും അദ്ദേഹം ചെക്ക്മേറ്റ് ആയിപ്പോയി, ചരിത്രം കൊണ്ട് മാത്രം ചെക്ക്മേറ്റ് ആയിപ്പോയി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ബ്രിട്ടീഷ് ഇന്ത്യൻ സൊസൈറ്റി വെച്ചിട്ട് ഇദ്ദേഹം ഇംഗ്ലണ്ടിൽ അന്നൊരു ബാരിസ്റ്ററായിട്ടും ഡിപ്ലോമാറ്റായിട്ടും ഒക്കെ അദ്ദേഹം അവിടെ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അധ്വാനിച്ച ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. ആ ഭാഗം പലരും ഓർക്കുന്നില്ല. അദ്ദേഹത്തിനെ ഇപ്പോൾ ചരിത്രം ഓർക്കുന്നത് ഇൻഡോ ചൈന യുദ്ധവും, വില്ലീസ് ജീപ്പിൻ്റെ കോൺട്രവേഴ്സിയും, നെഹ്റുവായിട്ടുള്ള ബന്ധവും, അദ്ദേഹത്തിൻ്റെ പുകവലിയും, പല ടൈപ്പ് പൈപ്സും വാക്കിംഗ് സ്റ്റിക്സിൻ്റെ കളക്ഷനും ഒക്കെയാണ്. പക്ഷേ ഹി വാസ് എ ബ്രില്യൻറ്റ് മാൻ. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ഹീസ് ഗോട്ട് ഹിസ് ഡ്യൂ ഫ്രം അസ്. നമ്മൾ ഭാരതീയർ അദ്ദേഹത്തിനൊരു ഡ്യൂ കൊടുത്തിട്ടുണ്ടോ എന്നറിയില്ല. ഇതിൽ എഴുതിയിരിക്കുന്ന ഇൻട്രൊഡക്ഷൻ മാത്രം വായിക്കും. നെഹ്റുസ് കോൺഫിഡൻറ്റ് ആൻഡ് സോൾ മീറ്റ്, ബട്ട് ഓൾസോ for his own political and literary accomplishments, a relentless crusader for Indian independence in the UK in the 1930s, a global star at the United Nations. ഇദ്ദേഹം നടത്തിയ പ്രസംഗത്തിനിടയ്ക്ക് കുഴഞ്ഞു വീണു എന്നുള്ളത് പലർക്കും അറിയാം. പക്ഷേ ഹി വാസ് എ ക്രൂസൈഡർ അറ്റ് യുണൈറ്റഡ് നേഷൻസ്. യുണൈറ്റഡ് നേഷൻസിൽ അദ്ദേഹം നമ്മുടെ ജനറൽ നാസറും
അന്നത്തെ വലിയ ബിഗ് വെയ്റ്റ്സ് ആയിട്ടുള്ള അമേരിക്കൻ പ്രസിഡൻസും ഒക്കെ ആയിട്ടിരിക്കുന്ന ഫോട്ടോസ് മുഴുവൻ ഇതിനകത്തുണ്ട്. ഏകദേശം ഒരു 100 പേജോളം അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫ്സിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട്. ഇന്തോ ചൈന വാറിൽ ഡിഫൻസ് മിനിസ്റ്ററായിരുന്നു. ഭാരതത്തിൻ്റെ ഏറ്റവും ഡിഫിക്കൽട്ട് ടൈം, നമ്മൾ ദാരിദ്ര്യത്തിൽ കൂടെ പോകുന്ന സമയത്ത് ഒരു കലാമിറ്റസ് യുദ്ധം നമ്മൾ ഫേസ് ചെയ്തത് എങ്ങനെ എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ അവസാന കാലവും മനോഹരമായി രേഖപ്പെടുത്തിയ പുസ്തകം. ഈ പുസ്തകം ജയറാം രമേശ് എഴുതിയിരിക്കുന്നത് കണ്ടിട്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഓതർ, ഇപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ പോകുന്നത് ശശി തരൂരിൻ്റെ ബുക്സ് ആയിരിക്കും. അപ്പോൾ ശശി തരൂർ ഈ ബുക്ക് സോൾ ഓഫ് ഏഷ്യയും കണ്ടിട്ട് എഴുതിയിരിക്കുന്നത് എനിക്ക് ജയറാമിനോട് അസൂയ തോന്നി. കാരണം ജയറാമിന് എവിടെ നിന്നാണ് ഇത്രയും സമയം, ഇത്രയും മനോഹരമായ ഒരു ചരിത്ര ആഖ്യായിക എഴുതാൻ? കാരണം ഇതിൽ ഫിക്ഷൻ ഇല്ല. എൻറ്റയർ തിങ് ഹാസ് ബീൻ ടേക്കൺ ഫ്രോം ഹിസ്റ്റോറിക്കൽ ആർക്കൈവ്സ്. ഒരു ലൈൻ പോലും നിങ്ങൾക്ക് നൊട്ടേഷൻസും ഫുട് നോട്ട്സും എവിടെ നിന്നാണ് അത് കോട്ട് ചെയ്തേക്കുന്നത് എന്നുള്ളത് മുഴുവൻ ഇതിലുണ്ട്. എഗെയിൻ ഒരു 100-150 പേജ് ബിബ്ലിയോഗ്രഫി ഉണ്ട്, എവിടെ നിന്നാണ് അതിൻ്റെ കൊട്ടേഷൻസ് ഉണ്ട് ഫുൾ എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ കാണുന്ന പൊളിറ്റിക്കൽ ജയറാം രമേശ് അല്ല. ജയറാം രമേശ് ദ വണ്ടർഫുൾ ഓത്തർ. അത് എത്ര പേർക്ക് അറിയാം എന്ന് എനിക്ക് തന്നെ സംശയമുണ്ട്. കാരണം ഈ ബുക്കൊന്നും ഞാൻ പറയാം അങ്ങനെ ചുമ്മാ പോയി നമ്മൾ എടുക്കില്ല. ഇതിൻ്റെ വലിപ്പം കണ്ടാൽ തന്നെ നമ്മളൊന്ന് പിടിച്ചു. പക്ഷേ ഒരു വലിയ ജീവചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം എന്ന് പറയുന്നത് വേറൊരു ലെവലാണ്. ഇതിലെ എല്ലാ പേജും നമ്മൾ ഓർത്തിരിക്കുമോ? ഇല്ല. പക്ഷേ ഇതിലെ ചില ഏടുകൾ പലരും ചരിത്രത്തെ വളച്ച് പൊടിച്ച് വക്രീകരിച്ച് ഒരു വി കെ കൃഷ്ണമേനോൻ ഇന്നതായിരുന്നു എന്ന് പറയുമ്പോൾ നോ ഐ നോ ഹിം ബെറ്റർ എന്ന് പറയാൻ നമ്മളെ സഹായിക്കും. ആൻഡ് ദാറ്റ് ഈസ് വിത്ത് യു ഫോർ എവർ. നമ്മുടെ ഇംപ്രഷൻ ഓഫ് ദാറ്റ് മാൻ, ഐ എം നോട്ട് സെയിങ് ഇതൊരു ഹേജിയോഗ്രാഫിക് ഒരു പെർഫെക്റ്റ് മനുഷ്യനായിരുന്നു, അദ്ദേഹത്തിന് കുറവുകളില്ലായിരുന്നു, അദ്ദേഹത്തിന് തെറ്റുകൾ പറ്റിയില്ല എന്ന്. സോ ആർ ഓൾ ഓഫ് us. നമുക്ക് കുറ്റങ്ങളുണ്ട്, നമുക്കും കുറവുകളുണ്ട്, നമുക്കും ബുദ്ധിമുട്ടുകളുണ്ട്. നോബഡി ഈസ് പെർഫെക്റ്റ്. എഗെയിൻ ഫ്രാൻസിസ് പാപ്പയുടെ എഴുതി വെച്ചാൽ ഹൂ ആം ഐ ടു ജഡ്ജ്? മറ്റൊരാളെ വിധിക്കാൻ ഞാൻ ആര് എന്ന് സ്വയം ചിന്തിച്ചാൽ മനസ്സിലാകാവുന്നത്. ഇനിയും അനേകം ബയോഗ്രഫീസ് ഞാൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഒന്ന് സുഭാഷ് ചന്ദ്രബോസിൻ്റെ വായിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. സ്വാമി വിവേകാനന്ദയുടെ ഒരെണ്ണമുണ്ട്. പക്ഷെ തുടങ്ങണം, അത് വായിക്കണം. പറഞ്ഞ പോലെ എലോൺ മസ്കിൻ്റെ വാങ്ങണം. മെസ്സിയുടെ ചരിത്രം ജോണിന് വേണ്ടി റെഡിയാണ്. ഇത് കഴിഞ്ഞ ഉടനെ അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബയോഗ്രഫീസ് ഞാൻ പറയുകയാണെങ്കിൽ ഐ ഷുഡ് ഇൻഫാക്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദ മോർ ദ കോൺട്രവേഴ്ഷ്യൽ ദ ക്യാരക്ടർ ദ ബെറ്റർ ദ റീഡിങ്. കാരണം നമ്മൾ അവരെ ക്രൂസിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ അവരെ കുരിശിൽ തറയ്ക്കുകയോ ചെയ്യണ്ട. കാരണം അവർക്ക് എവിടെയോ ആ ഒരു വിശ്വാസം അവരിൽ നാമ്പെടുക്കാനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പം ആശിഷ് പറഞ്ഞുകൊണ്ട് തന്നെ അതുണ്ടെങ്കിൽ ഞാൻ വായിക്കും മെയിൻകാഫ്. അപ്പോൾ വളരെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള പല ബുക്കുകളും ഇതിൽ പെട്ടിട്ടില്ല. എനിക്ക് പേഴ്സണലി ടച്ച് ചെയ്യുന്ന ഒരു ലിസ്റ്റാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഞാൻ എപ്പോഴും പറയും, ഡോണ്ട് ഗോ ബൈ എ ക്യൂറേറ്റഡ് ലിസ്റ്റ് ഓഫ് സംബഡി എൽസ്, ഫോം യുവർ ഓൺ ദിസ് തിങ്. ഞാൻ കഴിഞ്ഞ ദിവസം ആശിഷിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഏത് ബുക്ക് സ്റ്റോളിലെടുത്താലും ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട, ഏറ്റവും മൂലയ്ക്കാക്കപ്പെട്ട, ഏറ്റവും ഒതുക്കപ്പെട്ട ഒരു കോർണറിലാണ് ഈ ബയോഗ്രഫീസ് മുഴുവൻ ഇരിക്കുന്നത്. വേൾഡ് ഫിക്ഷൻ, പോയട്രി, ഇംപ്രൂവ് യുവർ സെൽഫ് ഹെൽപ്പ്, ബെസ്റ്റ് സെല്ലേഴ്സ്, ഇന്ത്യൻ ലിസ്റ്റ്, ഇന്റർനാഷണൽ ലിസ്റ്റ്, ബുക്കർ പ്രൈസ് വിന്നർ, നോബൽ പ്രൈസ് വിന്നേഴ്സ്, ക്ലാസിക്സ്, പെൻഗ്വിൻ വിൻറ്റേജ്, ഇതെല്ലാം കഴിഞ്ഞ് ക്രോസ്വേഡ് നോക്കിയാലും ഡെയ്സി നോക്കിയാലും കലൂർ മാതൃഭൂമി നോക്കിയാലും ഒരു മൂലയ്ക്ക് ഭാഗ്യത്തിൻ്റെ ലൈറ്റുള്ള ഭാഗമാണെങ്കിൽ അവിടം വരെ പോയി നിന്ന് അതൊക്കെ ഒന്ന്. ഇന്ദിര നൂയി, അനദർ ഇൻട്രസ്റ്റിംഗ് തിങ്. ഞാൻ പേഴ്സണലി വാങ്ങിയിട്ട് വായിക്കാതെ മറ്റൊരാൾക്ക് ഗിഫ്റ്റ് കൊടുത്ത ഒബാമ ഇസ് അനദർ ഇൻട്രസ്റ്റിംഗ് ബയോഗ്രഫി. ഐ വിഷ് ഹി ഫിനിഷസ് ഇറ്റ് ആൻഡ് ഗിവ്സ് മീ ബാക്ക്. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഞാൻ ചെയ്യാറുള്ളത്, എനിക്കിഷ്ടപ്പെടാത്ത ധാരാളം പുസ്തകങ്ങളുണ്ട്, ഞാൻ മിണ്ടാറില്ല. കാരണം നല്ലത് പറയാൻ മാത്രം ശ്രമിക്കുക. കാരണം നമ്മുടെ മീഡിയാസിൽ വരുന്ന വിഷം, പത്രങ്ങളിൽ വരുന്ന വിഷം ഈസ് ഇനഫ് ടു പോയ്സൺ യുവർ മൈൻഡ് ഇൻ എവറി വേ. അപ്പം നമുക്കായിട്ട് വി ക്യാൻ ഓൺലി സ്പ്രെഡ് പോസിറ്റീവ്സ്. അപ്പോൾ ഇഷ്ടപ്പെടാത്ത പുസ്തകങ്ങളെക്കുറിച്ച് ഡോക്ടർ പറയാറില്ല, ഡോക്ടർ ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നവരോട് ഞാൻ എളുപ്പം പറഞ്ഞു പോകുന്നു, എനിക്ക് അതിനുള്ള വിവരമില്ല എന്നാണ്. പക്ഷേ അത് സത്യമാണ്. അതിനോടൊപ്പം തന്നെ ഞാൻ പറയാറ്, ഈ പല പുസ്തകങ്ങൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബുക്കർ പ്രൈസ് ലാസ്റ്റ് വന്ന ബുക്കുകളെല്ലാം മിൽക്ക് മാൻ, ഷുഗി ബെയിൻ, ദ 7 മൂൺസ് ഓഫ് മാനുവൽ അൽമേഡ, ഇതൊന്നും എനിക്ക് അപ്പീൽ ചെയ്ത ബുക്സ് അല്ല. പക്ഷേ ഞാൻ അതിനെക്കുറിച്ചൊന്നും ഒരു വാക്ക് പോലും എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് എഴുതിയിട്ടില്ല.